ഒപ്പം ഈ കരാറുകാരൻ പരാതിക്കാരനായി ഇപ്പോൾ മാറിയിരിക്കുന്ന ശൈലേഷ് ചേരുകയാണ്. ശ്രീ ശൈലേഷ്, താങ്കളോട് ആരാണ് ആദ്യം ഈ തുകയെ പറ്റി സംസാരിച്ചത്? ബൈജുവും പ്രസിഡന്റും കൂടെയാണ് സംസാരിച്ച തുകയെ പറ്റി. ഇതിലപ്പോൾ ആദ്യം സംസാരിച്ചത് CPIM ഏരിയ കമ്മിറ്റി അംഗം, കിളിമാനൂർ ഏരിയ കമ്മിറ്റി അംഗം ബൈജുവും പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ്, പഴയകുന്നുമേൽ പഞ്ചായത്ത് പ്രസിഡന്റ്. 2 ലക്ഷം എന്നുള്ള തുക തന്നെയാണോ ബൈജു പറഞ്ഞത്? 2 ലക്ഷം എന്റെ ഫോൺ റെക്കോർഡിംഗ് ആയിരുന്നല്ലോ. ഫോൺ റെക്കോർഡിംഗിൽ പറയുന്നുണ്ട് 2 ലക്ഷം രൂപ നീ പ്രസിഡന്റ് കൊടുത്തിട്ട് ബാക്കി നീ പണി നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞെടുത്ത്. പണം നൽകിയില്ലെങ്കിൽ മണ്ണെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നും പറഞ്ഞല്ലേ? ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പണം എടുത്ത് തന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഇക്കാര്യം ഇതിപ്പോൾ കിളിമാനൂർ ഏരിയ കമ്മിറ്റി അംഗമാണല്ലോ, അതിന്റെ മേൽഘടകത്തിലേക്ക് ജില്ലാ കമ്മിറ്റിയെയോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയോ വിജോയ് അടക്കമുള്ള ആളുകളെ ആരെങ്കിലും അറിയിച്ചിരുന്നോ? അറിയിച്ചിട്ടില്ല. ഞാൻ എന്തായാലും വിജോയെ ഇപ്പോൾ ടെലിയിൽ കണക്ട് ചെയ്യുന്നുണ്ട് ഉടൻ തന്നെ. ഇക്കാര്യത്തിൽ പാർട്ടിയോട് പറഞ്ഞിട്ട് പാർട്ടിക്ക് വേണ്ടിയാണ് ഫണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് കേൾക്കുന്നുണ്ട്. ഈ രീതിയിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി താങ്കളല്ലാതെ മറ്റു മണ്ണെടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ ആ ഭാഗത്തൊക്കെ, അവരോടൊക്കെ ഇതുപോലെ പണം വാങ്ങുന്നുണ്ടോ? എനിക്കറിയത്തില്ല. മറ്റുള്ളവരെന്നൊക്കെ മേടിക്കാതിരിക്കത്തില്ലല്ലോ. ഇവരിങ്ങനെ ആകുമ്പോഴത്തേക്ക് മേടിക്കുമല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശൈലേഷ് ഇത് ആദ്യമായിട്ടാണോ ഈ പണം കൊടുക്കുന്നത്, അതോ നേരത്തെയും പണം കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. ഞാൻ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഈ കിളിമാനൂർ പഴയകുന്നുമേൽ പഞ്ചായത്തിൽ മാത്രമേ ഈ ഒരു വർക്കിൽ ഈ ഒരു വിഷയം വന്നിട്ടുള്ളൂ. വേറെ ഇതുവരെ എങ്ങും വർക്ക് എടുത്തതിൽ ഒരു വിഷയം വന്നിട്ടില്ല. മറ്റ് എവിടെയൊക്കെയാണ് മണ്ണ് എടുത്തിട്ടുള്ളത് തിരുവനന്തപുരത്ത്? വർക്കലയിലൊക്കെ എടുത്തിട്ടുണ്ട്. വർക്കലയിലാണ് വെഞ്ഞാറമൂട് ചെയ്തിട്ടുണ്ട്. വർക്കലയിലും ഇതുപോലെ മണ്ണെടുക്കുന്നതിനൊക്കെ പണം വാങ്ങുന്നതൊക്കെ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇല്ല, ചെയ്തിട്ടില്ല. വർക്കലയിൽ 1 രൂപയും ആരും മേടിച്ചിട്ടില്ല. എന്റെ ആദ്യമായിട്ടാണ് ഈ പണം ചോദിക്കുന്നത്. വെഞ്ഞാറമൂട് ചെയ്തിട്ടുണ്ട്. വെഞ്ഞാറമൂട് ചെയ്തില്ലെന്നും ആരും ഒന്നും വാങ്ങിയിട്ടില്ല. ആദ്യമായിട്ടാണ് പണം ചോദിക്കുന്നത് അല്ലേ? ശൈലേഷ്, എത്ര കാലമായി ഈ കരാർ എടുക്കുന്നുണ്ട്? ആദ്യമായിട്ടാണ് പണം ചോദിക്കുന്നത്. പ്രസിഡന്റ് പറഞ്ഞാലേ ജിയോളജി പാസ് ഒപ്പിടുള്ളൂ എന്ന് പറഞ്ഞു. ഈ പേപ്പറെല്ലാം പഞ്ചായത്തിൽ നിന്ന് പാസ്സായി പോയ പേപ്പറാണ്. എന്നിട്ട് ഇതുപോലും ചെന്നിട്ട് ജിയോളജി പറയുന്നത് പ്രസിഡന്റ് പറയാതെ ഞാൻ ഒപ്പിടില്ലെന്ന് പറയുന്നത്. അത് ഗസറ്റ് റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നതാ പറയുന്നത്. ആ ഉദ്യോഗസ്ഥന്റെ പേരെന്താണ്? രാജീവ്. ജിയോളജി വകുപ്പിലെ ഏത് സെക്ഷനാണ്? ജിയോളജിസ്റ്റ് രാജീവ്. രാജീവിനും അപ്പോൾ ഈ പണത്തിന്റെ ഒരു പങ്ക് പോകുന്നുണ്ടാവുമോ? കാണുമായിരിക്കും. ഇവരെല്ലാവരും ചേർന്നുള്ള ഒരു കൂട്ട് സംഘമായിട്ട് ഒരു 3 പേരേ ഉള്ളൂ അതിനകത്ത്. ഇവർ 3 പേരും ചേർന്നുള്ള പരിപാടിയാണ്. അതായത് പ്രസിഡന്റ്, ഏരിയ കമ്മിറ്റി അംഗം, ജിയോളജിസ്റ്റ്. ഈ പഞ്ചായത്തിൽ നിന്ന് മണ്ണെടുക്കാനായി ആകെ പാസ് കിട്ടിയത് ശൈലേഷിന് മാത്രമാണോ, അതോ മറ്റാരെങ്കിലും പാസ് ഉള്ളവരുണ്ടോ? ഉണ്ട്, വേറെ ഉള്ളവർക്കൊക്കെ കിട്ടിയുന്നുണ്ട്. അവരോടൊക്കെ സംസാരിച്ചിരുന്നോ? അവർക്കും ഇതുപോലെ കാശൊക്കെ കൊടുത്തിട്ടാണോ പാസ് കിട്ടിയത്? ഞാൻ വേറെ ആരുടെ സംസാരിച്ചില്ല. എനിക്ക് ഇത്ര മാനസികമായ ഇത്രയും വിഷമം വന്നത് കൊണ്ടാണ് ഞാനിത് ചെയ്തത്. കാര്യം നിവൃത്തിയില്ലാത്തൊരു കണ്ടീഷനിലോട്ട് പോയി. ശൈലേഷ്, എന്നാണ് ഈ സംഭാഷണം നിങ്ങൾ നടത്തിയത്? എത്ര ദിവസമായി? ഈ 12-ാം തീയതി സംസാരിച്ചു. അത് 12-ാം തീയതിയാണ് നമ്മൾ ഈ പാസ് ഒപ്പിട്ട് നമുക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള 2-3 ദിവസങ്ങളിലെ ഗ്യാപ്പിലാണ് വീണ്ടും സംസാരങ്ങൾ നടന്നത്. അതായത് നവംബർ 12-നും 15-നും ഇടയിലാണ്. 15-ല്ല 22-നിടയ്ക്ക്. 22 പറയുമ്പോഴേക്കും ഇന്നലെ 20-നകത്ത് നോക്കിയാൽ 22 സംസാരിച്ചില്ല. അവരതിന് മുമ്പ് നിർത്തിച്ച് അവിടെ. പാർട്ടി അറിഞ്ഞോ ഇതൊക്കെ? കാരണം പാർട്ടിക്ക് വേണ്ടിയാണ് പണം വാങ്ങുന്നതെന്നാണല്ലോ പ്രസിഡന്റ് പറയുന്നത്. പാർട്ടിക്ക് വേണ്ടിയൊന്നുമല്ല പണം മേടിക്കുന്നത്, അവർക്ക് വേണ്ടി തന്നെയാണ് പണം മേടിക്കുന്നത്. എന്തായാലും ഈ തുക വാങ്ങണം, അല്ല തുക വേണം, തുക വേണമെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഫണ്ടായിട്ട് 25,000 കൊടുക്കാൻ ശൈലേഷ് തയ്യാറായിരുന്നു അല്ലേ? സമ്മതിച്ചു. 25,000 കൊടുക്കാൻ സമ്മതിച്ചു. അതിനു മുമ്പ് അവിടെ ആരോ, ഞാനില്ലായിരുന്നു, നമ്മുടെ ഒരു മാനേജർ ഉണ്ടായിരുന്നു. ആ മാനേജറിൽ നിന്ന് ഒരു 10,000 രൂപയുടെ രസീത് കൊണ്ട് കൊടുത്ത് ഏതോ ഒരു പാർട്ടി, CPM-ന്റെ രസീത് തന്നെ എൻ്റെ രസീത് ഇരിപ്പുണ്ട്. ആ രസീത് കൊടുത്ത് ഞാൻ 10,000 രൂപ കൊടുക്കുകയും ചെയ്തിരുന്നു സംഭാവന. അതാരാണെന്ന് അറിയില്ല. അത് ആരാണെന്ന് ഇവർക്ക് അറിയത്തുമില്ല. അവർക്ക് അറിയത്തില്ലെന്നാണ് അവർ പറയുന്നത്. ചോദിച്ചപ്പോൾ പറയുന്നത് അവർക്ക് അറിയത്തില്ല. ഞാൻ അവർക്ക് ആ രസീതും കൊടുത്തു കഴിഞ്ഞു. രസീത് കൊടുത്തപ്പോഴും അവർക്ക് അറിയത്തില്ലെന്ന് അവർ പറയുന്നത്. അപ്പോൾ ആ 10,000 അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ 25,000 രൂപ വീണ്ടും കൊടുക്കാൻ സമ്മതമായത്. എനിക്കിത് പണി ചെയ്തെങ്കിലേ എനിക്ക് ഈ ബാക്കി പൈസ കറക്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നു എന്നുള്ള കണ്ടീഷൻ വന്നോണ്ട്. അല്ല ഞാനും പലിശയ്ക്കും കാര്യങ്ങളൊക്കെ എടുത്താൽ. ശൈലേഷ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ മണ്ണ് എടുത്തു കഴിഞ്ഞാൽ ശൈലേഷിന് കിട്ടുന്ന മെച്ചം എന്താണ്? എത്ര കിട്ടും? അതായത് ലാഭമായിട്ട് എത്ര കിട്ടും? ലാഭമായിട്ടൊന്നും ഇതിനകത്ത് വലുതായിട്ടൊന്നും കിട്ടത്തില്ല. നേരത്തെ എടുത്ത വർക്കാണ്. നേരത്തേക്ക് ഒരു ലോഡ് മണ്ണ് നമ്മൾ കൊടുക്കുമ്പോൾ 3,500 രൂപ വരെ നമുക്ക് റേറ്റ് ഉണ്ടായിരുന്നു. ആ സ്ഥാനത്ത് ഇന്നിപ്പോൾ 1,700 രൂപയ്ക്കാണ് മണ്ണ് കോരി കൊടുത്തത്. 1,700-ഉം 800 രൂപയ്ക്കാണ് മണ്ണ് കോരി കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ 2 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. ഒരു മിച്ചം ഉണ്ടാവില്ല.
ഇനിയിപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ വെളിപ്പെടുത്തി നമ്മളിപ്പോൾ സംസാരിക്കുന്നതടക്കം പുറം ലോകം കേട്ടുകൊണ്ടിരിക്കുകയാണ്, പാർട്ടിക്കാരൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശൈലേഷിന് ഭയമുണ്ടോ? കൊല്ലുന്ന കൊന്നോട്ടെ അവര്. കൊല്ലുവൊന്നും ഇല്ലായിരിക്കും. ആരെങ്കിലും വിളിച്ചോ? വിളിച്ച് പാർട്ടിക്കാരൊക്കെ 1-2 പേര് വിളിച്ചിരുന്നു. ഇങ്ങനെ റിപ്പോർട്ടറിലൂടെ വരുമെന്നൊക്കെ അറിഞ്ഞോ ആരെങ്കിലും ഒക്കെ? കാരണം ശൈലേഷ് ഈ കാര്യങ്ങളൊക്കെ ഇവര് കിളിമാനൂർക്കാർ തന്നെ അവര് ഓരോരുത്തരടുത്ത് പറഞ്ഞാണ് വിളിച്ചേക്കുന്നത്. പാർട്ടിയിലെ മറ്റ് അംഗങ്ങൾക്ക്, അല്ലാതെ ഏരിയ കമ്മിറ്റിയിൽ തന്നെയുള്ള മറ്റാളുകൾക്കൊക്കെ ഇവരെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ്, ഈ പണം വാങ്ങുന്നവരെ കുറിച്ച്? ഉള്ളവർക്ക് എതിരെയാണ്. ഇവർക്ക് അവിടെ ഒരുപാട് എതിരുണ്ട്. ഈ പണം മേടിച്ചവർ ഒരുപാട് പിരിക്കുന്നു. പാറമലയിൽ നിന്നൊക്കെ ഭയങ്കരമായ പിരിവാണ് പിരിക്കുന്നതാ എൻ്റെ അറിവിൽ ആൾക്കാരുടെ തിരക്കി പറഞ്ഞേക്കുന്നത്. ഏതോ ഒരു കോറിയിൽ നിന്ന് ഒരു കാർ വരെ അവർക്ക് മേടിച്ച് ഇദ്ദേഹത്തിന് ഈ പ്രസിഡന്റിന് മേടിച്ച് കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. 12 ലക്ഷം രൂപയുടെ ഒരു കാർ വരെ മേടിച്ച് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ പറയുന്നു. ഓക്കെ, തുടരൂ ശൈലേഷ്. ശൈലേഷ്, പഴയ കുന്നമ്മൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആണല്ലോ ഈ എൻ സലീൽ. സലീൽ ഇപ്പോൾ ഇത്തവണ ഇനി മത്സരിക്കുന്നുണ്ടോ? മത്സരിക്കുന്നില്ല. ഏരിയ സെക്രട്ടറി ആവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെന്നാണ് അവിടുത്തെ ഞാൻ തിരക്കിയെടുത്തോളം അറിഞ്ഞേക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ഏരിയ സെക്രട്ടറി പുള്ളിക്ക് വേണം സീറ്റ്, അതിനു വേണ്ടിയാണ് മത്സരിക്കാൻ നിൽക്കുന്നതെന്നാണ് അറിഞ്ഞത്. നിലവിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ അദ്ദേഹത്തിന്റെ ഒരു വലിപ്പം എത്രയുമാണ്? അതായത് ആ ഒരു ഭാഗത്തെ ഒരു അറിയപ്പെടുന്ന ആളാണോ? ഒരു അധ്യാപകനാണ് ഈ പരിപാടിയെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അധ്യാപകനാണ്, ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റാണ്, ഇനി ഏരിയ കമ്മിറ്റി ഏരിയ സെക്രട്ടറി ആവാൻ നിൽക്കുന്നയാളുമാണ്. ആവാൻ വേണ്ടിയിട്ടാണ് ഇത് വെയിറ്റ് ചെയ്യുന്നതാണ് അവിടെ പാർട്ടിക്കാർ തന്നെ പറയുന്നത്. ഈ ഏരിയ കമ്മിറ്റി ആവാൻ വേണ്ടിയിട്ടാണ് പുള്ളി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇലക്ഷൻ ഈ വർഷം നിൽക്കാതിരുന്നതെന്നാണ് അറിയപ്പെടുന്നത്. ഇവർ ഈ പണം പിരിക്കുന്നതിനെ കുറിച്ചൊക്കെ പാർട്ടിക്കാർക്ക് അറിയാമായിരിക്കില്ലേ? ഇപ്പോൾ ശൈലേഷിന് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ പാർട്ടിക്കാർക്ക് അറിയാമായിരിക്കില്ലേ? അറിയാൻ പറ്റത്തില്ലായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇപ്പോൾ ഒരു കാറ് തന്നെ ഒരു കോറിമലക്കാരൻ വാങ്ങി കൊടുത്തിരിക്കുന്നതാണ് എൻ്റെ അറിവിൽ വന്നേക്കുന്നത്. അവിടെ നിന്നുള്ള പാർട്ടിക്കാർ തന്നെ പറഞ്ഞേക്കുന്നത് ഇന്നണക്കാണ് പുള്ളിക്ക് ഒരു കാറ് തന്നെ 12 ലക്ഷം രൂപ കൊടുത്തൊരു കോറിമലക്കാരൻ വാങ്ങി കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ കാര്യത്തിൽ ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ, അതോടൊപ്പം തന്നെ CPIM ജില്ലാ നേതൃത്വത്തിന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും ഒക്കെ ഈ വിഷയത്തിലെ മറുപടി എന്താണെന്നുള്ളത് അറിയണം. എന്തായാലും ശൈലേഷ് കാര്യങ്ങൾ വിശദമാക്കിയതിന് ശൈലേഷ് ഇപ്പോൾ ഇതിൽ പരാതി കൊടുത്തോ? അതുകൂടി അറിയണം. പരാതി കൊടുത്തിട്ടില്ലായിരുന്നു. ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പരാതി കൊടുക്കും. പോലീസിൽ പരാതിപ്പെടുന്നുണ്ടോ? അതായത് ഇപ്പോൾ ഈ ഓഡിയോ റെക്കോർഡ് അടക്കമുണ്ടല്ലോ, തെളിവുകളൊക്കെ കയ്യിലുണ്ടല്ലോ, അപ്പോൾ നിയമപരമായി നീങ്ങുമോ ശൈലേഷ്? ഓക്കെ, താങ്ക് യു. മണ്ണെടുപ്പ് കരാറുകാരനാണ് പണം ആവശ്യപ്പെട്ട CPIM ഏരിയ കമ്മിറ്റി അംഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ പ്രതികരണം കൂടി നമുക്ക് വേണം.